ലക്ഷ്യം പിഴച്ചില്ല, ആ പിശാച് ചത്ത് മലച്ചു. ടെല്ലവീവിലെ മൊസാദ് ആസ്ഥാനത്ത് ആഹ്ലാദ പ്രകടനം. ജൂതന്റെ ഓരോ തുള്ളി ചോരയ്ക്കും കണക്ക് ചോദിച്ചിരിക്കുന്നു. 2023 ഒക്ടോബർ 7 ആക്രമണത്തിന്റെ സൂത്രധാരനെ തീർത്തിരിക്കുന്നു. ഗിലോട്ടിലെ ഹെഡ്ക്വാർട്ടേഴ്സിൽ മുട്ടുകുത്തി കുരിശു വരച്ച് മൊസാദ് തലവൻ ഡേവിഡ് ഡാഡി ബർണിയ. ഇസ്രയേൽ ചാര സംഘടനയുടെ ഹിറ്റ് ലിസ്റ്റിലെ പ്രധാനിയായിരുന്നു ആയത്തുള്ള അലി ഖമനേയി. പരമോന്നതനെ പലതവണ സ്കെച്ചിട്ട് കയ്യെത്തും ദൂരത്ത് കിട്ടിയെങ്കിലും അമേരിക്കൻ ഇടപെടലിൽ പദ്ധതി ഉപേക്ഷിക്കേണ്ടി വരികയായിരുന്നു മൊസാദിന്. ഷിയ മുസ്ലിങ്ങളുടെ ദൈവമായ ഖമനേയി കൊല്ലപ്പെട്ടാൽ മേഖലയിലെ തീവ്ര ഷിയ ഗ്രൂപ്പുകൾ ഇളകുമെന്ന് കൃത്യമായി ട്രംപിന് അറിയാമായിരുന്നു. അതുകൊണ്ട് ഇസ്രയേലിനെ തടഞ്ഞു. എന്നാൽ ഖമനേയിയെ തീർക്കുമെന്ന് അന്നേ മൊസാദ് തങ്ങളുടെ നിലപാട് അമേരിക്കയെ അറിയിച്ചിരുന്നു. സമയം വരുമെന്ന ഉറപ്പ് ട്രംപ് ഇസ്രയേലിന് കൊടുക്കുന്നു. അവർ ക്ഷമയോടെ കാത്തിരിക്കുന്നു. ഒടുക്കം കണക്ക് തീർത്തിരിക്കുന്നു. അതിന്റെ ആഘോഷമാണ് മൊസാദ് ആസ്ഥാനത്ത് നടക്കുന്നത്. മൊസാദിന് തീർത്താൽ തീരാത്ത പകയായിരുന്നു ഖമനേയിയോട്. ഇസ്രയേലിന്റെ കാവൽ മാലാഖയെന്നാണ് മൊസാദിനെ അറിയപ്പെടുന്നത്. അവരുടെ കണ്ണു വെട്ടിച്ച് ഇസ്രയേലിൽ തൊടാൻ കഴിയില്ല ശത്രുക്കൾക്ക്. ആ ചാര സംഘടനയുടെ കണ്ണു വെട്ടിച്ചാണ് 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രയേലിൽ ആക്രമണം നടത്തിയത്. മൊസാദിന്റെ ആത്മാഭിമാനത്തിനേറ്റ അടിയായിരുന്നു അത്. മൊസാദിന്റെ തലവനായി താൻ ഇരിക്കുന്ന കാലത്ത് നടന്ന ആക്രമണം ഡേവിഡ് ഡാഡി ബർണിയയെ വല്ലാതെ അസ്വസ്ഥനാക്കി. അന്നേ ഓങ്ങിവെച്ചതാണ് ബർണിയ പരമോന്നതനിട്ടുള്ള പണി. മുറിവേറ്റത് തന്റെ നെഞ്ചിലാണ്. പകരം വീട്ടുമെന്ന ബർണിയയുടെ പ്രഖ്യാപനത്തോടെ എണ്ണപ്പെട്ടു കഴിഞ്ഞിരുന്നു ഖമനേയിയുടെ അന്ത്യനാളുകൾ. പിന്നീട് ഇങ്ങോട്ട് മൊസാദ് ചാരന്മാർ ഖമനേയിക്ക് പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. 2021 ജൂണിൽ ബർണിയ മൊസാദ് തലപ്പത്തേക്ക് വന്നതോടെ ഇറാന്റെ നെഞ്ചിൽ റീത്തുവച്ചതാണ്. പിന്നീട് ഇങ്ങോട്ട് പശ്ചിമേഷ്യൻ സമാധാനവും സംഘർഷവും ബർണിയയുടെ വിരൽ തുമ്പിലായി. ഇറാനും ഖമനേയിയും ബർണിയയുടെ ഒരേ ഒരു ലക്ഷ്യമായിരുന്നു. ഖമനേയിയെ വധിച്ചത് ദിവസങ്ങൾ നീണ്ട നിരീക്ഷണത്തിനൊടുവിലാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ചുമതലകൾ നിർവഹിക്കുന്നതിനിടെ ഖമനേയി കൊല്ലപ്പെട്ടുവെന്ന് ഫാർസ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഖമനേയി എവിടെയാണെന്ന് മൊസാദിന്റെ ഇന്റലിജൻസ് ട്രാക്കിംഗ് സംവിധാനങ്ങൾ നിരീക്ഷിച്ചിരുന്നു. ഒടുവിൽ തന്റെ ഓഫീസിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തി യാതൊരു പഴുതും നൽകാതെയായിരുന്നു ആക്രമണം. ഖമനേയിക്കോ അദ്ദേഹത്തോടൊപ്പം കൊല്ലപ്പെട്ട മറ്റ് നേതാക്കൾക്കോ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയത്. ഖമനേയി അടക്കമുള്ള നേതാക്കളെ വധിച്ചത് 30 ബോംബുകൾ തുടർച്ചയായി വർഷിച്ചു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഖമനേയിയെയും കൂട്ടാളികളെയും ഒന്നിച്ച് വധിക്കാനുള്ള സമയം നിരീക്ഷിച്ച് കണ്ടെത്തിയ ശേഷമായിരുന്നു ഇസ്രയേൽ US സംയുക്ത ആക്രമണം. ഇറാന്റെ ഉന്നത സുരക്ഷാ നേതാക്കളായ പ്രമുഖർ ടെഹ്റാനിലെ 2 സ്ഥലങ്ങളിലായി യോഗം ചേർന്നത് ഇസ്രയേലിന്റെ മിലിറ്ററി ഇന്റലിജൻസ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയെന്നും അതിന് പിന്നാലെയാണ് അപ്രതീക്ഷിത ആക്രമണം നടന്നതെന്നും ഇസ്രയേൽ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. മൊസാദിന്റെ ആക്രമണ രീതി അതിവിടെ കൃത്യമായി എക്സിക്യൂട്ട് ചെയ്ത് നടപ്പാക്കി എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അതായത് മൊസാദ് നേരിട്ട് കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആക്രമിക്കുന്നത് എന്തിനെയാണോ ലക്ഷ്യം വെക്കുന്നത് അതിൻ്റെ തലപ്പത്തുള്ളവരെയാണ്. ഹിസ്ബുള്ളയെ ആക്രമിക്കുമ്പോഴും നമ്മൾ ആ ശൈലി കണ്ടതാണ്. ഹമാസിനെ ആക്രമിച്ചപ്പോഴും ആ ശൈലി നമ്മൾ കണ്ടു. അതുതന്നെയാണ് ഇറാനിലും പുറത്തെടുത്തത്. അതായത് ഇറാന്റെ ഉന്നത നേതാക്കൾ എല്ലാവരും ഒന്നിച്ചു കൂടിയ ഇടത്ത് അവിടെയിട്ടാണ് ആക്രമണം നടത്തിയത്. പലതവണ ഇറാനിൽ പല ചർച്ചകൾ നടന്നിരുന്നു. എന്നാൽ അപ്പോഴൊക്കെ എല്ലാ ഉന്നതരും ഒരേ സമയത്ത് ഒരുമിച്ച് ഒരിടത്തുണ്ടായിരുന്നില്ല. തിടുക്കപ്പെട്ടായിരുന്നു ഇസ്രയേൽ ഒരു ആക്രമണം നടത്തിയത്. എന്നാൽ ആ തിടുക്കപ്പെട്ട് ആക്രമണം നടത്തുന്നതിന് എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാക്കി അവർ കാത്തിരുന്നു, ഒരു പിഴവും സംഭവിക്കാതെ ആക്രമണം നടത്തുന്നതിന്. അങ്ങനെയാണ് മൊസാദ് ഒരു വിവരം കണ്ടെത്തിയത്. ഇറാൻ അവരുടെ ഒരു മേഖലയിൽ, ഒരു കേന്ദ്രത്തിൽ ഒരുമിച്ച് ചർച്ചയ്ക്ക് ഒത്തുകൂടുന്നു എന്നുള്ള വിവരം. IRGCയുടെയും അതുപോലെ തന്നെ ഖമനേയിയുടെ ശിങ്കിടികൾ എല്ലാവരും ഒന്നിച്ച ഒരു കേന്ദ്രമായിരുന്നു ഇവിടം. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് ഇസ്രയേൽ ആക്രമണം നടത്തിയതും. പൊതുവെ ഇസ്രയേൽ ആക്രമണം നടത്തുമ്പോൾ രാത്രികാലങ്ങളിലായിരുന്നു. അതായത് ശത്രുവിനെ ആക്രമിക്കാൻ അവരുടെ റഡാറുകളെ വെട്ടിച്ചകത്തേക്ക് കടക്കുന്നതാണ് ഇസ്രയേലിന്റെ ശൈലി. അതുകൊണ്ട് രാത്രികാലങ്ങളിലായിരുന്നു ഇറാനെ മുൻപും ആക്രമിച്ചിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ ദിവസം ശനിയാഴ്ച രാവിലെയായിരുന്നു ആക്രമണം നടന്നത്. അതിൻ്റെ ഏക തെളിവാണ് ഈ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഒത്തുകൂടിയിടത്ത് ആക്രമണം നടത്തി എന്നുള്ളതിലൂടെ വ്യക്തമാകുന്നത്. ഈ നേതാക്കളെല്ലാം ഒത്തുകൂടുന്നുണ്ട് എന്നുള്ളതിന്റെ എല്ലാ വിവരങ്ങളും ചൂണ്ടിയെടുത്തത് മൊസാദ് തന്നെയായിരുന്നു. ശനിയാഴ്ച ആക്രമണം ആരംഭിച്ചതിന് ശേഷം ഖമനേയിയെക്കുറിച്ച് യാതൊരു വിവരങ്ങളും പുറത്തേക്ക് വന്നിരുന്നില്ല. ഖമനേയി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറി എന്നുള്ള വിവരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ആ സുരക്ഷിത സ്ഥാനം അവിടെയും മൊസാദിന്റെ കൈകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്.
ഖമനേയുടെ ഓഫീസ് ആക്രമിക്കുന്നു, അത് കഴിഞ്ഞ് കൊട്ടാരം ആക്രമിക്കുന്നു, രഹസ്യമായി ഒത്തുകൂടിയ സ്ഥലവും ആക്രമിച്ച് ഒടുക്കം ഖമനേയെ തന്നെ പടമാക്കിയിരിക്കുന്നു. ആയത്തുള്ള അലി ഖമനേയുടെ മൃതദേഹം കണ്ടെടുത്തതായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. മൃതദേഹത്തിന്റെ ചിത്രം ഇപ്പോൾ ചില മാധ്യമങ്ങൾ, പാശ്ചാത്യ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുമുണ്ട്. ഖമനേയെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അപ്പോൾ സൈന്യത്തിന് കൈമാറിക്കൊണ്ടിരുന്നത് മൊസാദാണ്. മുൻപ് പലതവണ കൈവാക്കിന് ഖമനേയെ കിട്ടിയപ്പോഴും പദ്ധതി ഉപേക്ഷിക്കേണ്ടി വന്ന ഒരു നിരാശ മൊസാദിനുണ്ടായിരുന്നു. ഇസ്രയേലും ഇറാനും തമ്മിൽ 12 ദിവസത്തെ ഒരു യുദ്ധം 2025 നടന്നിരുന്നല്ലോ. അന്നും ഖമനേയി ബങ്കറിൽ ഒളിച്ചിരുന്നു. ആ ഒളിത്താവളം മൊസാദ് കണ്ടെത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ കൊലപ്പെടുത്തരുതെന്ന് അമേരിക്ക നിർദ്ദേശിച്ചതോടെ മൊസാദ് പിന്മാറുകയായിരുന്നു. അന്ന് ട്രംപ് വെല്ലുവിളിച്ചത് ഞങ്ങളുടെ റഡാറിൽ തന്നെ ഖമനേയി ഉണ്ട്, വേണമെങ്കിൽ ഇപ്പോൾ ഞങ്ങൾക്ക് അദ്ദേഹത്തെ കൊലപ്പെടുത്താം എന്നായിരുന്നു. പൂച്ച എലിയെ കളിപ്പിക്കുന്നത് പോലെ ഇങ്ങനെ ഇട്ട് കളിപ്പിക്കുകയായിരുന്നു ഇസ്രയേലും അമേരിക്കയും ചേർന്ന്. അതായത് പൂർണ്ണമായും ഇറാൻ കീഴടങ്ങുക എന്നുള്ള ഒരു നീക്കമായിരുന്നു ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഉണ്ടായിരുന്നത്. അതിനാണ് മധ്യസ്ഥ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരുന്നതും പിന്നീട് ആണവ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ പല വഴിക്ക് നടന്നുകൊണ്ടിരുന്നതും. എന്നാൽ ഇറാന്റെ ഒരൊറ്റ തീരുമാനമായിരുന്നു ആണവ കരാറിൽ ഒപ്പിടില്ല, യുറേനിയം സമ്പുഷ്ടീകരണം തുടരും, മിസൈൽ പരീക്ഷണം തുടരും. ഇത് കട്ടായം പറഞ്ഞുകൊണ്ടേയിരുന്നു ഇറാനും ആയത്തുള്ള അലി ഖമനേയും. ഇറാന്റെ ഈ ഒരു തീരുമാനം പുറത്തു വന്നതോടുകൂടി ഇസ്രയേൽ അമേരിക്കയോട് ഒരു നിലപാട് വ്യക്തമാക്കി. ഇനി കാത്തിരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന്. തുടർന്നാണ് യുദ്ധം തുടങ്ങിവെച്ചത്. ഇസ്രയേൽ എന്ന രാജ്യം കത്തിക്കാൻ പ്രോക്സികളെ വളർത്തി പശ്ചിമേഷ്യയിൽ ഭീകരവാദത്തിന്റെ വിത്ത് പാകിയത് ഇറാനാണ്. അതിനാഴത്തിൽ വേരുറപ്പിച്ചത് ആയത്തുള്ള അലി ഖമനേയുടെ കാലത്ത്. ഹമാസ്, ഹിസ്ബുള്ള, ഹൂതി, ഇറാഖ്, സിറിയ മിലീഷ്യകൾ ഭീകരവാദത്തിന്റെ അച്ചുതണ്ടാണ്. പ്രോക്സികളെ അടിച്ചു തീർത്ത് അതിന്റെ നട്ടലിലൊടിച്ചിട്ടത് ഇസ്രയേലാണ്. പിന്നെ തിരിഞ്ഞത് ഇറാന്റെ നേർക്ക്. മൊസാദ് ഒരു ദാക്ഷിണ്യവും കാണിച്ചില്ല, കയറി അടിച്ച് ചിതറിച്ചു എന്ന് വേണം പറയാൻ. ഡേവിഡ് ഡാഡി ബെർണിയയുടെ നിശ്ചയദാർഢ്യമാണ് ഖമനേയി വധത്തിൽ കലാശിച്ചത്. ഒക്ടോബർ 7 ഹമാസിനെ ഇറക്കി ഇറാൻ തീക്കളിയാണ് അന്ന് കളിച്ചത്. ആ സാഹസത്തിന് ഇറാൻ കൊടുക്കേണ്ടി വന്ന വില ഖമനേയിയുടെ ചോര. ഭീകരർ ഭയക്കേണ്ടത് നെതന്യാഹുവിനെയല്ല, ഡേവിഡ് ഡാഡി ബെർണിയെയാണ്. പിന്നീട് ഇങ്ങോട്ട് നമ്മൾ കണ്ടല്ലോ, ശത്രുക്കൾ കുറങ്ങാൻ പോലും കഴിഞ്ഞിരുന്നില്ല 2023 ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷം. അന്നത്തെ ആ ആക്രമണത്തിൽ 1139 പേരെയാണ് ഇസ്രയേലിൽ കയറി ഹമാസ് കൊലപ്പെടുത്തിയത്. 251 ഇസ്രയേലികളെ ഉൾപ്പെടെ തടവിലാക്കുകയും ചെയ്തിരുന്നു. ആ ചോരയ്ക്ക് മറുപടി പറയാൻ ഡേവിഡ് ഡാഡി ബെർണിയ സടകുടഞ്ഞിറങ്ങിയപ്പോൾ പശ്ചിമേഷ്യ കത്തി അമരുന്നതായിരുന്നു പിന്നീട് നമ്മൾ കണ്ടത്. ഗാസ മുച്ചൂട് മുടിച്ചുകൊണ്ടായിരുന്നു ഡേവിഡും കൂട്ടരും കളത്തിൽ നിറഞ്ഞത്. മൊസാദിന്റെ വീര്യം ചോർന്നു പോയിട്ടില്ല എന്ന് ബെർണിയ ലോകത്തിനു മുന്നിൽ തെളിയിച്ചു കൊടുത്തു. സുരക്ഷിതരെന്ന് അഹങ്കരിച്ച ഹമാസ് നേതാക്കളെ അവർ ഒളിച്ചിരുന്ന മടയിൽ കയറി തീർത്തു. 2024 ജൂലൈ 31 ഇറാനിൽ കയറി ഖമനേയിയുടെ ചിറകിനടിയിൽ നിന്നാണ് ഇസ്മയിൽ ഹനിയയെ തീർത്തു കെട്ടിയത്. ഇസ്മയിൽ ഹനിയയുടെ ജീവൻ എടുത്തിട്ടും ഡേവിഡ് ഡാഡി ബെർണിയയുടെ ഭീകരരുടെ ചോര കുടിക്കാനുള്ള കൊതി തീർന്നില്ല. പിന്നീട് ലബനനിലേക്ക് തിരിഞ്ഞു. പേജറുകളിൽ സ്ഫോടനം നടത്തി. അമേരിക്കയുടെ CIA പോലും ഞെട്ടിച്ചുകൊണ്ട് മൊസാദ് ഒരു നീക്കം നടത്തി. 3000 പേജറുകൾ ഒരേ സമയം പൊട്ടിത്തെറിച്ച് ഹിസ്ബുള്ളകൾ ചത്തുമലച്ചു. ഹിസ്ബുള്ളകളുടെ കണ്ണും മൂക്കും ചെവിയുമാണ് അന്ന് ചിതറിപ്പോയത്. ഇസ്രയേൽ കാത്തിരിക്കൂ, സർപ്രൈസുകൾ വരുന്നുണ്ടെന്ന് വെല്ലുവിളിച്ച ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ളയുടെ തലയെടുത്ത് ഇറാന്റെ കണ്ണിൽ ഭീതി വിതച്ചു. ഇപ്പോൾ ഖമനേയെയും തീർത്തു കെട്ടിയിരിക്കുന്നു മൊസാദ് കുറിവെച്ചാൽ അത് നടപ്പാക്കിയിരിക്കും. ശത്രുലോകത്തിന്റെ ഏത് കോണിൽ ഒളിച്ചാലും അതിനി നരകത്തിലായാൽ പോലും രക്ഷപ്പെടില്ല.